ആദ്യ മത്സരത്തിൽ കെബോ വെർദക്കെതിരെ കളിച്ച കളി ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. പിന്നീടുള്ള ഓരോ മത്സരങ്ങളും ഒരു ചാമ്പ്യൻ ടീമിന്റെ ലക്ഷണങ്ങൾ തികഞ്ഞതായിരുന്നു. സോളിഡ് ഡിഫൻസ്, കളി നിയന്ത്രിക്കുന്ന മിഡ്ഫീൽഡ്, അപകടകാരികളായ വിങ്ങർമാർ, ഫിനിഷിംഗ് മികവുള്ളൊരു ഫോർവേഡ്. പകരക്കാരായി വരുന്നവർ കിടിലൻ കളിക്കാരാണ്. സൂപ്പർ സബായി വന്ന് 2 നോക്കൌട്ട് കളികൾ ജയിപ്പിച്ച മൊറീനോ, ഫൈനലിലെ വിധിനിർണായക ഗോളടിച്ച ഫെറാൻ ടോറസ്, സുബിമെൻഡി, അപകടകാരികളായ നിക്കോ വില്യംസ് ആൻഡ് പെഡ്രി. ഫോർവേഡ് ഗോളടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, മറ്റുള്ളവർ ആ ചുമതല ഏറ്റെടുക്കും. വിങ്ങർമാരും അറ്റാക്കിംഗ് മിഡ്സും ഡിഫൻഡർമാരും വരെ റെഡിയാണ്. ടൂർണമെന്റിലാകെ ഒരൊറ്റ ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. സ്പെയിൻ്റെ പൊസിഷണൽ ബേസ്ഡ് പാസിംഗ് ഗെയിം അതിൻ്റെ പീക്കിൽ അവതരിപ്പിക്കപ്പെടുന്നു. മധ്യനിരയിൽ ഒരു ജനറലിനെ പോലെ ഒഴുകി നടക്കുന്ന റോഡ്രി എന്ന നായകൻ പാസുകൾ കൊണ്ടൊരു മായാവലയം തീർക്കുകയായിരുന്നു സ്പാനിഷ് പട. ആ ഒരു പ്രോസസ്സിനിടക്കും അവർ എതിരാളികളുടെ ദൗർബല്യം അളന്നെടുക്കുന്നു, പ്രതിരോധ നിരകളെ അൺലോക്ക് ചെയ്യുന്നു. ലാമിൻ യമാൽ എന്തൊരു കളിക്കാരനാണ്! എക്കാലത്തെയും മികച്ചവൻ കളമൊഴിയുമ്പോൾ എതിരെ യമാലുണ്ട്. പിന്തുടർച്ചയുടെ പാറ്റേൺ ബാഴ്സയിലെ യമാലിലേക്ക് നാളുകൾക്ക് മുന്നേ കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞതാണ്. ഫുട്ബോൾ ഇനിയും ഒഴുകിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ കൂടുതൽ മനോഹരമായി. കുബാഴ്സിയെ വിട്ടുകളയാൻ പറ്റില്ല. 19-ാം വയസ്സിൽ ഒരു ലോകകപ്പിൽ പ്രതിരോധ നിരയിൽ നിറഞ്ഞു നിന്ന് കാട്ടിയ കമ്പോഷർ. സ്പെയിൻ്റേതൊരു വെൽ ഓയിൽഡ് സിസ്റ്റമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോൾ സിസ്റ്റം അതുപോലെ തന്നെ ചലിക്കുന്നു. ബെഞ്ചിലിരിക്കുന്നവർ തങ്ങൾ മോശമായതുകൊണ്ടല്ല അവിടെ ഇരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫൈനലിൽ എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിൽ ഗോളടിക്കുന്നതിന് മുന്നെയാണ് റോഡ്രി, ലപ്പോട്ട എന്നിവരെ മാറ്റുന്നത്. കണ്ടിരിക്കുന്ന സ്പാനിഷ് ഫാൻസ് പാനിക്കാകും, എതിർ ടീമിൻ്റെ ഫാൻസ് ആശ്വസിക്കും. 2 പ്രധാനപ്പെട്ട തലവേദനകൾ പോയല്ലോ. പക്ഷേ പകരം വരുന്നവർ അനായാസം സിസ്റ്റത്തിൽ ഫിറ്റാവുകയാണ്. സിസ്റ്റം ഒരു മാറ്റവുമില്ലാതെ ജോലി തുടരുന്നു. സ്പെയിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് ലോകകപ്പിൽ കണ്ടത്. അവരെ തോൽപ്പിക്കുമെന്ന് കരുതിയ ടീമുകളെ അവർ പൂർണ്ണമായും ഡൊമിനേറ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ളവർക്ക് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. സ്കലോണിക്ക് കൃത്യമായി അറിയാമായിരുന്നു അയാളുടെ കൈവശമുള്ള ടീമിനെ പറ്റി. ഒരു 39 വയസ്സുകാരൻ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചുമലിലേറ്റിക്കൊണ്ടു പോയാലും അയാൾ നിർവീര്യമാക്കപ്പെടുന്ന കളികളിൽ തങ്ങൾ വീഴുമെന്ന്. അതിനനുസരിച്ച് തന്നെയാണ് അയാൾ ടീമിനെ ഒരുക്കിയത്. പ്രാക്ടിക്കൽ ഫുട്ബോളാണ് അവർ കളിച്ചത്. ആകർഷകമല്ലാത്ത, ഫിസിക്കലായ, പക്ഷേ പലപ്പോഴും എഫക്റ്റീവായിരുന്ന ശൈലി. കടുത്ത മത്സരങ്ങൾ അതിജീവിച്ചാണ് അവർ ഫൈനലിലെത്തിയത്. പുതിയ ടീമുകൾ ഉൾപ്പെടെ അവർക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നു. അർജന്റീനയുടെ ആരാധകർ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവരുടെ ടീം തോറ്റത് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമിനോടാണ്. കളിയിലും കളിക്ക് ശേഷവും ഫൈനലിന്റെ ശോഭ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള അർജന്റീനൻ ടീമിന്റെ പ്രകടനങ്ങൾക്ക് ന്യായീകരണങ്ങളൊന്നുമില്ല.